വൃന്ദാവന നികുഞ്ചങ്ങളില്ലാതെ നീ ചന്ദനം പോൽ മാറിലണിയുന്നു, നിന്റെ മന്ദസ്മിതത്തിൽ ഞാൻ അലിയുന്നു. പറയരുതേ രാധയറിയരുതേ, ഇത് ഗുരുവായൂരപ്പ രഹസ്യം. രാധതൻ പ്രേമത്തോടാണോ കൃഷ്ണ ഞാൻ പാടും ഗീതത്തോടാണോ? രാധതൻ പ്രേമത്തോടാണോ കൃഷ്ണ ഞാൻ പാടും ഗീതത്തോടാണോ? ഈ ഒരു പാട്ട് ഇത്ര ഇതിലിങ്ങനെ പാടാനായിട്ട് എനിക്ക് തോന്നിയത് നന്ദഗോവിന്ദം ഭജൻസിൻ്റെ ഒരു ഇത് ഇവിടെ നമ്മുടെ അടുത്തുണ്ടായിരുന്നു. അപ്പോൾ എറണാകുളത്തപ്പൻ അവിടുത്തെ ഉത്സവത്തിന് അവരുടെ ഭജന ഉണ്ടായിരുന്നു, പക്ഷെ നമുക്ക് പോകാൻ പറ്റിയില്ല. പക്ഷേ ഇപ്പം നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ മരട് കൊട്ടാരം ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവത്തിന് അവിടെ തെക്കേ ചെരുവാരം അവർ കൊണ്ടുവന്ന് അതിലെ ഒരു മെയിൻ സ്പോൺസറായിരുന്നു അച്ചായൻസ് ഗോൾഡ്. അപ്പോൾ അവർ മാത്രമല്ല വേറെ ആൾക്കാരുണ്ടായിരുന്നു. പക്ഷേ അപ്പോൾ ഇങ്ങനെയുള്ള കലകളെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് സ്പോൺസർ ഉണ്ടാവുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. അത് വലിയ മനസ്സുള്ളവർക്കേ അത് പറ്റത്തുള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കഷ്ടപ്പെടുന്നവർക്കും അല്ലേ അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് എപ്പോഴും സ്പോൺസർമാരെ കിട്ടും, അവർ ചെയ്യും. പക്ഷേ കലകളെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് ഇങ്ങനെയുള്ള ഇതൊക്കെ നമുക്ക് ആ ഒരു 2 മണിക്കൂർ എന്ന് പറഞ്ഞാൽ നമ്മളും എല്ലാം മറന്ന് ആ ഒരു നല്ലൊരു പോസിറ്റീവ് എനർജി നമുക്കും കിട്ടണമായിരുന്നു. അപ്പം നമ്മളും എല്ലാം മറന്ന് എല്ലാവരും മറന്ന് നിൽക്കണമായിരുന്നു. പ്രായഭേദമന്യായിരുന്നു എല്ലാവരും നിന്നേച്ചത്. അപ്പോൾ ഇതുപോലെയുള്ള കലകൾക്ക് വേണ്ടിയും സ്പോൺസർമാരുണ്ടാവുക എന്ന് പറയുന്നത് നിസ്സാരക്കാരല്ല. അവർ നിസ്സാരക്കാരേ അല്ല, അവരുടെ ആ ഒരു മനസ്സിൻ്റെ വാല്യൂ വളരെ വലുതാണ്. അപ്പോൾ എല്ലാവരും അത് ആസ്വദിക്കാൻ പറ്റി. ഇന്ന പ്രായം എന്നൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാവരും പറയില്ല ഇന്നത്തെ തലമുറക്ക് ഭക്തിയില്ലെന്ന്. ആരാ പറഞ്ഞത്? എന്ത് ഭക്തിയായിരുന്നു പിള്ളേർക്കൊക്കെ. എല്ലാവരും വളരെ ആസ്വദിച്ച് 2 മണിക്കൂർ നിന്ന് ആ ഒരു പോസിറ്റീവ് എനർജി പറയാതെ വയ്യട്ടോ. അപ്പോൾ ഇതുപോലത്തെയൊക്കെ ഭജൻസും സത്സംഗങ്ങളും ഒക്കെ നടക്കട്ടേന്നേ. എല്ലാം നല്ല രീതിയിൽ ഇപ്പം എന്താ പറയണത്, എല്ലാവർക്കും ഒരു നല്ലൊരു പോസിറ്റീവ് എനർജി ഇങ്ങനെ നന്ദഗോവിന്ദ ഭജൻസിൽ നിന്ന് കിട്ടി. അതിന് കാരണക്കാരായ എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ മൂകാംബിക കാച്ചേണിയുടെ മരട് നെട്ടൂരിൽ നിന്നുള്ള വിശേഷങ്ങൾ ഇതൊക്കെയാണ്. ഓക്കെ.